ചാത്തന്നൂർ കാരംകോട് വിമല സെൻട്രൽ സ്കൂളിൽ 27ാമത് സ്കൂൾ വാർഷികം വിമലയൻ ഗാലക്സി എന്ന പേരിൽ കഴിഞ്ഞ ദിവസം സ്കൂൾ അങ്കണത്തിൽ വെച്ചു സംഘടിപ്പിച്ചു. സ്കൂൾ ഡയറക്ടർ ഫാദർ സാമുവൽ പഴവൂർ പടിക്കൽ സ്വാഗതം ആശംസിച്ചു. Dear parents, you are the true welcome of our children. Our parents are always working in our school with immense admiration and affection. I welcome all dear loving parents. Loving head boy, head girl, assistant head boy and assistant head girl, and students council members. They are the students leaders of this academic year 24-25. You have done your duty in a gentle manner. Thank you for your wonderful service. I extend joyful welcome dear large school leaders. I extend sincere thanks and heartfelt welcome to dear staff secretary and our today's anniversary coordinator, Series teacher, as well as Lina CS teacher. Let's put our hearts together for them and let's welcome to this meeting. My dear students, you are the real figure of our school. Truly saying, we, the management and the faculty, come to the school regularly only because of you and for you. This school is really for you. We can't even imagine it without you. With lots of affection and love, I extend loving welcome to all my dear loving students. മലങ്കര കാത്തോലിക്ക സഭ മാവേലിക്കര രൂപത ബിഷപ്പും വിമല സെൻട്രൽ സ്കൂൾ ചെയർമാനുമായ ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്തിയോസ് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. ഇന്നലെ പരീക്ഷ എഴുതിയിട്ട് പോയ 4 പെൺകുട്ടികൾ ബസ് നോക്കി നിൽക്കുകയായിരുന്നു. ലോറി ഓടിച്ചുകൊണ്ടുവരുന്ന ഡ്രൈവറിന്റെ അശ്രദ്ധ കാരണം ആ 4 പെൺകുട്ടികളും ഈ ലോകത്തേക്ക് കടന്നുപോയി. അവര് ബസ് നോക്കി നിൽക്കുന്ന കാഴ്ചയൊക്കെ ഇന്നത്തെ പേപ്പറുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളെപ്പോലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങള് വീട്ടിൽ തിരിച്ചു പോകാൻ പരീക്ഷ എഴുതി കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ലോറി വന്ന് മറിഞ്ഞ് ഈ കുഞ്ഞുങ്ങളുടെ മേളിലേക്ക് വീഴില്ല. ഇതൊരു ദാരുണമായ അനുഭവം. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ കഴിവാണ് മികത്താണ് ഒന്നുമല്ല. ഉള്ളതൊക്കെ സർവേശ്വരൻ നൽകിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊക്കെ മുമ്പോട്ട് പോകണം. ഞാനൊരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. വേൾഡ് ചെസ് ചാമ്പ്യനായിട്ട് ആരാണ് മാറിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന്? ആർക്കൂടെ കുറച്ചു പറഞ്ഞ് ഒരു കൈയടി കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങള് വിമലാസ്കൂളിലെ കുഞ്ഞുങ്ങള് ഇന്ത്യക്കാരൻ മദ്രാസുകാരൻ വേൾഡ് ചാമ്പ്യനായി മാറിയപ്പോൾ അതിനു മുമ്പ് വേൾഡ് ചാമ്പ്യനായി മാറിയ ഒരു ഇന്ത്യക്കാരനുണ്ടായിരുന്നു. അത് ബിഷപ്പ് പഠിച്ച കാലത്തൊക്കെയുള്ള ആളായിരുന്നു. വിശ്വനാഥ് ആനന്ദായിരുന്നു ആദ്യത്തെ ചാമ്പ്യൻ. ഇപ്പോൾ നമുക്കൊരു പുതിയ ചൈനക്കാരെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യക്കാര് ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നു. ചെസ് ചാമ്പ്യനായി മാറിയിരിക്കുന്നു, വേൾഡ് ചാമ്പ്യൻ. ഇതുപോലെ വിമല സ്കൂളിലെ കുഞ്ഞുങ്ങള് വേൾഡ് ചാമ്പ്യന്മാരായിട്ടൊക്കെ മാറണം. അല്ലാതെ ഇവിടെ കൊണ്ട് സഹോദരത്തിൻ്റെയോ കൊല്ലം ജില്ലയുടെയോ മാത്രം വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒക്കെയല്ല. കേരളത്തിൻ്റെ മാത്രം പോരാ. വടക്കേന്ത്യയിൽ പോയി സമ്മാനം വാങ്ങിച്ചൊക്കെ ഞങ്ങൾ കണ്ടു നിങ്ങളുടെ റിപ്പോർട്ടിൽ. ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ ഉന്നത നിലവാരം പുലർത്തുന്നവരായി മാറുമ്പോഴാണ് ഈ സ്കൂളിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് എല്ലാ നന്മകളും ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കും. കേരള യൂണിവേഴ്സിറ്റി വിവരസാങ്കേതിക വിഭാഗം മുൻ മേധാവി ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ മുഖ്യാതിഥിയായിരുന്നു. ഒരു സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായും വിദ്യാർത്ഥികൾ തന്നെയാണ്, അവർക്ക് സംശയമില്ല. എന്നാൽ വിദ്യാർത്ഥികളുടെ ട്രസ്റ്റി ആയിട്ട്
സമൂഹവും സ്കൂൾ സംവിധാനവും ഏൽപ്പിച്ചിരിക്കുന്നത് അധ്യാപകരെയാണ്. അധ്യാപകരാണ് വിദ്യാർത്ഥികളുടെ ട്രസ്റ്റി. അതാണ് അധ്യാപകരുടെ പ്രാധാന്യം. വിദ്യാർത്ഥി തന്നെയാണ് കേന്ദ്രബിന്ദു. ആരാണ് അധ്യാപകൻ എന്നുള്ളത് പല ഉത്തരങ്ങൾ നമുക്ക് പറയാം. തിരുവേദി പറഞ്ഞു, ഏറ്റവും വലിയ ഒരു വിസ്ഡം ഉണ്ടാകുന്നത് എഴുതുകയും വായിക്കുകയും ചെയ്യുമ്പോഴല്ല, പഠിപ്പിക്കുമ്പോഴാണ്. പഠിപ്പിക്കുമ്പോൾ കുട്ടികളിൽ നിന്നുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഞാനതിന് ഉത്തരമായിട്ട് ഒരു ഭൗതികമായ വരിക്ക് പകരം സുന്ദരമായ ഒരു വരി ഞാൻ നിങ്ങളോട് പറയാം. ഇത് യേശുദാസ് ഒരു സിനിമാ ഗാനത്തിൽ ആലപിച്ചിട്ടുള്ള വരിയാണ്. അദ്ദേഹം വേറെ അർത്ഥത്തിലായിരിക്കും ആലപിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങളൊരു അധ്യാപകനെ ഓർത്തുകൊണ്ട് ഈ വരി കേട്ടുപോകും. ഞാനറിയാതെൻ്റെ മാനസജാലക വാതിൽ തുറക്കുന്നു നിങ്ങൾ, ശില്പികൾ തീർത്ത ചുവരുകളില്ലാതെ ചിത്രമെഴുതുന്നു നിങ്ങൾ. ഞാൻ അറിയാതെ എൻ്റെ മാനസജാലക വാതിൽ തുറക്കുന്നവരാണ് അധ്യാപകർ എന്നാണ് ഈ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ആ അധ്യാപകരുടെയും കൂടെ ഒരു ദിനമാണ് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും വന്നിരിക്കുന്നു. പക്ഷെ അവരുടെ മുഴുവൻ, ആ വിദ്യാർത്ഥികളുടെ മുഴുവൻ ഈ കാലഘട്ടത്തിലെ വളർച്ചയും അവരുടെ നന്മ ഉണരാനുള്ള പ്രവർത്തനങ്ങളും അവരുടെ ദൈവികത്വം ഉണരാനുള്ള പ്രവർത്തനവും എല്ലാം അധ്യാപകരിലാണ് നിക്ഷിപ്തം. ഞാനപ്പോൾ ഈ സ്കൂളിലെ അധ്യാപകരെയാണ് ആദ്യം വണങ്ങുകയും അവരെ അഭിനന്ദനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ചന്ദ്രകുമാർ, പ്രിൻസിപ്പൽ ടോം മാത്യു, മാവേലിക്കര രൂപത ജനറൽ വികാരി ഡോക്ടർ സ്റ്റീഫൻ കുളത്തും കരോട്ട്, മാസ്റ്റർ നോൻ ടോം ജോൺസൺ, PTA പ്രസിഡന്റ് അശോക് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ഞാൻ നമ്മുടെ സഹോദരിയുടെ പ്രോഗ്രാമുകൾ വന്നപ്പോൾ എനിക്ക് അത് ഭയങ്കര അതിശയമായിട്ട് തോന്നി. കുട്ടികളുടെ ആ കഴിവ്, ചടുലമായ നൃത്തം കൊണ്ട് വേദിയെ കൈവരിക്കുന്ന അവരുടെ കഴിവ്. അപ്പൊ അത് ഇന്ന് അന്നത്തെ രീതിയിൽ കണ്ടപ്പോൾ വളരെയധികം അതിശയം തോന്നി. കൂടുതൽ അതിശയം തോന്നി. ഓരോ ദിവസം പിന്നിടുമ്പോൾ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ്. തരത്തിൽ കുട്ടികളെ ഇഷ്ടപ്പെട്ട് വിളിക്കുന്നതിന് വേണ്ടി അധ്യാപകരും അനധ്യാപകരും ഇതൊരു ടീമാണ്. നിങ്ങളുടെ പ്രത്യേകിച്ച് അധ്യാപകരുടെ എല്ലാവരും നമ്മൾ ഗേറ്റിലെടുത്ത് വന്നിരിക്കുമ്പോൾ ഗേറ്റ് കീപ്പർ നമ്മളോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും സ്കൂളിനകത്ത് മുഴുവൻ ലഭിക്കുന്നു, എല്ലാവരും എത്തുന്നു. അത് കണ്ടാണ് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത്. This annual day is a place where we, all of us, come together as a family to enjoy ourselves, to embrace all the wonderful moments of our life, to create magical memories which we will carry with us for the rest of our life. These memories remind us of where we come from and shape who we are and what we will become in the future. These memories remind us how these bonds unite us and how these memories will be the main factor of what we will be tomorrow. And I would like to extend my heartfelt wishes to each and everyone gathered here. May I hope that you will use this opportunity to express yourself and to show off your talents and your achievements so that you can remember it for the rest of your life. Also, I also ask everyone to work with us cordially to make this a wonderful event. Thank you and wishing you a wonderful moment. എന്തുകൊണ്ട് അവർ മാതാപിതാക്കളെ അനുസരിക്കാത്തവരായി മാറുന്നു? എന്തുകൊണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു ക്വാളിറ്റി അവരുടെ തമാശകളിൽ പോലും ഇല്ലാതെയായി പോകുന്നു? നമ്മുടെ മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും ബഹുമാനത്തോടു കൂടി പെരുമാറേണ്ട അവര് എന്തുകൊണ്ട് മാറി നടക്കുന്നു? ഇത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യം നമ്മളിലേക്ക് ഉയർത്തുകയാണ്. കഥയിലേക്ക് തിരിച്ചു പോകാം. അതെ, ഈ യാത്രയിൽ ഉയർന്ന എല്ലാ സാധ്യതകളുമുള്ളവർ മാത്രമല്ല, ഈ വലിയ യാത്രയിൽ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന അർദ്ധപ്രാണനായ മനുഷ്യരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, മുറിവുകൾ വെച്ച് കെട്ടപ്പെടേണ്ടവരായിട്ടുണ്ട്. അതെൻ്റെ കുഞ്ഞുങ്ങളെ, അത് നിങ്ങളുടെ തന്നെ മാതാപിതാക്കളാണ്, നിങ്ങളുടെ അധ്യാപകരാണ്, നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരാണ്, നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന മറ്റു കൂട്ടുകാരാണ്. അവരിലേക്ക് നിങ്ങളുടെ സമൃദ്ധിയെ കരുണയായി ഒഴുക്കാനും കൂടി ശ്രമിക്കാതിരുന്നാൽ
ഈ വളർച്ചയ്ക്ക് അർത്ഥമില്ലാതെ വരും. ഈ ലോകം വലിയൊരു ലോകമാണ്. ഈ വലിയ ലോകത്തിലേക്ക് എത്ര നേടിയാലും അത് കരുണയായിട്ട് ഒഴുക്കുവാനുള്ള വലിയ സാധ്യതകൾ നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് വിമല സർവ്വ സ്കൂൾ പോലെയുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്നവരും ഇവിടെ പഠിപ്പിക്കുന്നവരും മാതാപിതാക്കളും ഈ നാടിനെ ഉയർത്തേണ്ടത് അത്തരത്തിലുള്ള ഒരു പുതിയ സംസ്കാരത്തിലൂടെയാണ്. ബഹുമാനപ്പെട്ട സാർ പറഞ്ഞു വെച്ചതുപോലെ നമ്മളെല്ലാവരും ഒന്നാണ്. ഈ കാലഘട്ടത്തിൽ വല്ലാതെ വളർന്നു വരുന്നത് നമ്മളിലൊക്കെ ഒത്തിരി വ്യത്യസ്തതകളുണ്ട് എന്ന് പഠിപ്പിക്കാനാണ്. ഞാൻ മതപരമായി നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്, ഞാൻ രാഷ്ട്രീയപരമായി വ്യത്യസ്തനാണ്, എൻ്റെ വിദ്യാഭ്യാസപരമായി ഞാൻ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് വ്യത്യസ്തതകളുടെ അളവുകളെ വലുതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിലുള്ള അടുപ്പങ്ങളെ കൂടുതൽ കൂടുതൽ ഒന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എത്ര സുന്ദരമായ ഒരു എക്സസൈസ് ആയിരിക്കും. ഞാനും നീയും ദൂരെയല്ല, ഒന്നാണെന്നുള്ള ആ ഒരു അതിലേക്ക് പോകുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതാണ് ഈശ്വരൻ തന്നെ ഈശ്വരനെ കുറിച്ച് ഒരു പേര് പറഞ്ഞത് നിങ്ങൾക്കറിയാം, ഞാൻ സത്യമാണ് എന്നുള്ളതാണ്. ആ സത്യം നമ്മളിൽ എല്ലാവരും നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ആ ഒരു അനുഭവമാണ്. അവൻ സത്യമാണ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും തമ്മിൽ അകൽച്ചയേക്കാളും അടുപ്പമുണ്ട് എന്നുള്ളതാണ്. ആ അടുപ്പത്തിൽ ആനന്ദിക്കുവാൻ, അതിൽ സന്തോഷിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നീട്ടുന്നത് ശരിയാകാത്തത് കൊണ്ടും ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഡയറക്ടർ പഴൂർ പടിക്കലച്ചനോടുള്ള ഞങ്ങളുടെ വലിയ ആദരവ്, ടോം സാറിനോടുള്ള, എബി സാറിനോടുള്ള, ഇവിടുത്തെ അധ്യാപകരോടും ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ദാനിയലച്ചനോടുമുള്ള അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് മാവേലിക്കര ഭദ്രാസനത്തിലെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ വളരെ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ സ്കൂളിനെ കുറിച്ച് പിതാവിനും ഞങ്ങൾക്ക് സഭയ്ക്കും ഉള്ള എല്ലാ അനുമോദനങ്ങളും സ്നേഹത്തോടെ വലിയൊരു കരഘോഷത്തോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുകയാണ്. ടീച്ചേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഈ ടീച്ചേഴ്സ് നമുക്കൊക്കെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റായിരുന്നു. നമുക്ക് ടീച്ചർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനൊക്കെ ചെറുതായിട്ട് സംഭവിച്ചു. അപ്പോൾ ആ ടീച്ചറിനോടുള്ള ഇഷ്ടം കാരണം ബിഹേവ്സാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടം കാരണം നമ്മൾ ആ സബ്ജക്റ്റിനെ കൂടുതൽ പഠിക്കും. ആ സബ്ജക്റ്റിന് എല്ലാ ക്ലാസ്സിലും ആ ക്ലാസ്സിലുള്ള ഏകദേശം പിള്ളേർക്കൊക്കെ നല്ല മാർക്ക് കിട്ടാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ടീച്ചേഴ്സായിട്ട് നമ്മൾ മാറുക. നമ്മളും പാരൻസാണ്, ടീച്ചേഴ്സാണ് പാരൻസ്. അവർക്ക് മക്കളുടെ ഫാമിലി പ്രശ്നങ്ങൾ, സ്കൂൾ കാര്യങ്ങൾ, അവർക്കും ജോലി ഇതെല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ ആ ഫ്യൂച്ചർ ഓഫ് ദ ഗ്ലോബിനെ റെഡിയാക്കുന്നില്ല. അപ്പം നിങ്ങൾ കുറച്ച് ഒരു രീതി അവരുമായിട്ട് കൂടുതലുണ്ട്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സായിട്ട്, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സായിട്ട് മാറുമ്പോൾ ആ കുട്ടികൾക്ക് എല്ലാ ടീച്ചേഴ്സും അങ്ങനെ ആവുമ്പോൾ എല്ലാ സബ്ജക്റ്റിനും കുട്ടികൾക്ക് നല്ല രീതിയിൽ ആ ഇഷ്ടപ്പെട്ട് പഠിക്കുകയും എല്ലാവരും നല്ല മാർക്സ് അച്ചീവ് ചെയ്യുന്ന ഒരു ചെറിയൊരു വിശ്വാസം. അത് കഴിഞ്ഞാൽ ദൈവചിന്തയും ദൈവവിചാരവും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ പോകാൻ പറ്റും. ചടങ്ങിൽ സ്കൂൾ മാഗസിൻ ഡോക്ടർ ജോഷ്യോ മാർ ഇഗ്നാത്തിയോസ് പ്രകാശനം ചെയ്തു. തുടർന്ന് ചടങ്ങിൽ ഈ വർഷം വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനിച്ചു. വൈസ് പ്രിൻസിപ്പൽ എബി എബ്രഹാം നന്ദി പറഞ്ഞു. ഈ ചടങ്ങ് ഇത്രയും ഗംഭീരമാക്കാൻ സഹായിച്ച നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷമായും പരോക്ഷമായും പ്രവർത്തിച്ച എല്ലാവരോടും ആരെങ്കിലും ഇതുകൊണ്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ സ്ഥാനം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്ന് ഒരിക്കൽ കൂടെ ഉറപ്പ് തന്നുകൊണ്ട് ഇത് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തിരുന്ന മാനേജ്മെന്റിനോട് പ്രത്യേകമായ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. തുടർന്ന് നടന്ന വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടെ സ്കൂൾ വാർഷിക പരിപാടികൾ അവസാനിച്ചു.